ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാനിടയായി തീർന്നു. അതിശക്തമായി ദൈവത്തിൻ്റെ വചനം ദൈവദാസന്മാരിൽ കൂടെ നമ്മളോട് സംസാരിക്കുവാനായിട്ടിടയായി തീർന്നു. ആര് സംസാരിച്ചാലും ദൈവത്തിൻ്റെ വചനമാണ് ശുശ്രൂഷിക്കുന്നത് എന്ന ചിന്ത നമ്മളെ ഭരിക്കുവാനിടയായി തീരണം. അത് ഏറ്റെടുക്കുകയാണെങ്കിൽ നിശ്ചയമായും അതൊരു അനുഗ്രഹമായി തീരാനിടയായി തീരും. ആര് പ്രസംഗിച്ചോട്ടെ, ഇത് ദൈവത്തിൻ്റെ വചനമാണോ പ്രസംഗിക്കുന്നത്, നിശ്ചയമായും പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരും. അതിനുവേണ്ടി നമ്മൾ കുറേ സമയം ഉപവസിക്കണമെന്നില്ല. ഒരൊറ്റ വാക്ക് മതി നമ്മളുടെ രൂപാന്തരപ്പെടുത്തുവാൻ. ഒരൊറ്റ വാക്ക് മതി നമുക്ക് സൗഖ്യം നൽകുവാൻ. ഒരൊറ്റ വാക്ക് മതി നമുക്കൊരു ഡെലിവറൻസ് അനുഭവിക്കുവാൻ. ദീർഘവർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ നിശ്ചയമായും ഏറ്റെടുക്കുമ്പോൾ അത് വലിയ വിടുതലായി തീരുവാനായിട്ടിടയായി തീരും. സ്തോത്രം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ഈ സ്റ്റേഡിയം സഭയിൽ അത് പറയുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചാമെന്ന് പറഞ്ഞു, അദ്ദേഹം 1-2 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട് എന്ന്. സ്തോത്രം. എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സഹോദരൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ദൈവവചന കേൾവിയും മറ്റ് പ്രഭാഷണങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മറ്റ് പ്രഭാഷണങ്ങളൊക്കെ തലച്ചോറിന് അറിവ് തരുന്നതാണ്. എന്നാൽ ദൈവവചനം കേൾക്കുന്നത് നമുക്ക് വിടുതൽ തരുന്നതാ, നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതാ, നമുക്ക് സൗഖ്യം തരുന്നതാ, നമ്മുടെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നതാ, നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുന്നതാ, നമ്മുടെ കെട്ടുകളെ പൊട്ടിക്കുന്നതാ. ക്രിസ്തുവിൽ സ്വതന്ത്രരാകുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി അത് മസ്തിഷ്കത്തിന് എന്തെങ്കിലും അറിവ് കൊടുക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറയിൽ അത് അനുഭവിച്ചറിയുവാൻ ഇടയായി തീരുന്നതാ. അങ്ങനെ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ ജനമാ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ വിടുതൽ കിട്ടി ഇവിടെ കടന്നു വന്നവരാ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ദൈവജനത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. സ്തോത്രം. അമേരിക്കയിലെ നാഷണൽ അവാർഡ് കിട്ടിയതായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സഭയും അദ്ദേഹത്തിന്റെ ദേശവും എല്ലാം കൂടെ ചേർന്ന് ഒരു അനുമോദന മീറ്റിംഗ് വെച്ചു. ആ അനുമോദന മീറ്റിംഗ് വലിയൊരു കൺവെൻഷൻ സെന്ററിൽ ആ ദേശത്തിന്റെ ഗവർണർ ഉൾപ്പെടെ, ആ സ്റ്റേറ്റിന്റെ ഗവർണർ ഉൾപ്പെടെയുള്ള ഉന്നതന്മാർ അറ്റൻഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗാണ്. അവരെല്ലാം വന്ന് നല്ല അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ ഈ നാഷണൽ അവാർഡ് കിട്ടിയ മനുഷ്യനെ പറ്റി പറഞ്ഞു. ഗവർണർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പാസ്റ്റർ പറഞ്ഞു, അത് അവിടെ സീനിയർ ആയിരിക്കുന്ന ദേവദാസന്മാരൊക്കെ പറഞ്ഞു, അവിടുത്തെ ഉന്നതന്മാരായ ആൾക്കാരൊക്കെ അത് പറയുവാനായിട്ടിടയായി തീർന്നു. വളരെ സന്തോഷമായി. വളരെ സമയത്തിൽ അവരെല്ലാം അദ്ദേഹത്തെ കരമടിച്ച് അഭിനന്ദിച്ചു. അവസാനം മറുപടി പ്രസംഗത്തിൽ വന്നപ്പോൾ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് പലർക്കും ആവശ്യപ്പെട്ടു, സ്റ്റേജിൽ നിന്ന് പലരും ആവശ്യപ്പെട്ടു ഒരു പാട്ട് പാടുവാനായി. ഒരു മധുര ഗായകന, ദേശീയ അവാർഡ് ലഭിച്ചവനാ. അദ്ദേഹത്തിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. അപ്പൊ ഏത് പാട്ട് പാടണമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ സ്റ്റേജിലുണ്ടായിരുന്ന ഒരു പ്രായം ചെന്ന ദൈവദാസൻ, വളരെ പ്രായം ചെന്ന് 90കളിലെത്തിയ ഒരു ദൈവദാസൻ പെട്ടെന്ന് പറഞ്ഞു 23-ാം സങ്കീർത്തനം വായിക്കുവാൻ, 23-ാം സങ്കീർത്തനം പാടുവാൻ. ഈ ഗായകൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 23-ാം സങ്കീർത്തനം പാടുവാൻ ആവശ്യപ്പെടുമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം ഒരുക്കമുള്ളവനല്ലായിരുന്നു. ആ ഗായകൻ ഒരു നിമിഷം പകച്ചുപോയി. അയ്യോ, 23-ാം സങ്കീർത്തനം പാടാനാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാടാം. ഞാൻ പാടിയതിന് ശേഷം അപ്പച്ചനിട്ടൊരു പണി കൊടുത്തു. ആ പറഞ്ഞ ആളിനോട് പറഞ്ഞു, ഞാൻ പാടിയതിന് ശേഷം അപ്പച്ചൻ പാടണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു പറഞ്ഞു, ഞാൻ പാടിയതിന് ശേഷം യു ഹാവ് ടു സിംഗ്. അപ്പച്ചനെ സമ്മതിച്ചു. ഇദ്ദേഹം പാടാൻ തുടങ്ങി. 23-ാം സങ്കീർത്തനമാണ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. എനിക്ക് പാടാൻ വോയിസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഡേവിഡ് ബ്രദറും ഡേവിഡ് പാഷും ബോസും ഒക്കെ പാടുമ്പോൾ ഞാൻ മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് അവരുടെ കൂടെ പാടുന്നത്. നിങ്ങളായിരിക്കും ഞാനും പാടുന്നുണ്ടെന്നില്ല. ഞാൻ പാടിയാൽ മൊത്തം തെറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരെ തെറ്റിക്കാതിരിക്കാൻ എന്തെങ്കിലും അനൗൺസ് ചെയ്യുന്നതിന് മാത്രമേ ഞാൻ പറയുന്നത്. അത്യുന്നതൻ, ഉന്നതൻ എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. അല്ലെല്ലാം മൈക്ക് ഓഫ് ചെയ്യുക. കാരണം ഞാൻ പാടിയ പ്രയാസമാണ്.
സോ അത് നിങ്ങൾക്കും പ്രയാസമാകും. പിന്നെ ഒരു പ്രാവശ്യം ഞായറാഴ്ച അങ്ങനെ കയറി പാടിയതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാടത്തില്ല, ഓഫ് ചെയ്തിട്ട് പാടുന്നു. അദ്ദേഹം പാടാൻ തുടങ്ങി. The Lord is my shepherd, I shall not want. He makes me lie down in green pastures. He leads me beside quiet waters. He restores my soul. He guides me in the paths of righteousness for his name's sake. Even though I walk through the valley of the shadow of death, I fear no evil, for you are with me. Your rod and your staff, they comfort me. എല്ലാവരും കരപിടിക്കാൻ തുടങ്ങി. എല്ലാവരും കരപിടിക്കുക, ഗവർണർ ഉൾപ്പെടെ എല്ലാവരും കരപിടിക്കുക. അത്രയ്ക്ക് മനോഹരമായ സ്വരമുള്ള മാധുര്യമേറിയ പാട്ടുകെട്ട് എല്ലാവരും കരപിടിച്ചു. അമേരിക്കയിലും മറ്റും കരപിടിക്കുക മാത്രമല്ല, അവർ ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കും. അവർ എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കും. ചിലർ ബിസിലടിക്കും. അതിനകത്ത് ഒത്തിരി പേര് ബിസിലടിച്ചു, ചിലർ ബഹളം വെച്ചു. ഒരോളത്തിന് ഞാനും ബഹളം വെച്ചിട്ടുണ്ട് അവിടെ ആയിരുന്നപ്പോൾ. അങ്ങനെല്ലാവരും ബഹളം വെച്ചു. ഗ്രാജുവേഷൻ സർവീസിനൊക്കെ പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് വിളിക്കുമ്പോഴത്തേക്ക് കൈയടിക്കുമല്ലോ, എല്ലാവരുടെ ബഹളം വെക്കും. അപ്പനും അമ്മയും എല്ലാവരും ബഹളം വെക്കും. അത് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു, ഭയങ്കരമായിട്ട് കൈയടിച്ചു. എല്ലാവർക്കും സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. മനോഹരമായ അദ്ദേഹം പാടി. അതിനുശേഷം അപ്പച്ചൻ്റെ ടേണായി. ഈ മനുഷ്യൻ അപ്പച്ചനെ വിളിച്ച് പാടിച്ചു. അപ്പച്ചൻ പെരിയ മുന്നോട്ട് വന്ന് ഇപ്രകാരം പാടി. The Lord is my shepherd. മലയാളത്തിൽ പറയട്ടെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് മുമ്പ് കരമടിച്ച, ബിസിലടിച്ച, ബഹളം വെച്ച ആൾക്കാർ കരയാൻ തുടങ്ങി. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുത്താഴ്വരെ കൂടെ നടന്നാലും ജനമെല്ലാം കരയാൻ തുടങ്ങി. മുമ്പ് കൈയടിച്ചവർ, ബഹളം വെച്ചവർ, അവർ എഴുന്നേറ്റ് നിന്ന് കരയുക. മൊത്തം പേരും കരയുക. ഗവർണർ കരയുക. മനോഹരമായ പാട്ട് പാടുന്ന പാട്ടുകാരൻ പൊട്ടിക്കരയുക. പലരും മുട്ടയിൽ വീണ് കരയുക. പലരും അടക്കാൻ കഴിയാത്ത പോലെ പൊട്ടിക്കരയുക. കൂരിരുത്താഴ്വരെ കൂടെ നടന്നാൽ ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കരയാൻ തുടങ്ങി. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. എല്ലാവരും കരയാൻ തുടങ്ങി. കരച്ചിൽ നിർത്താതെ മുഴുവൻ പേരും കരയാൻ തുടങ്ങി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരൂ. മുഴുവൻ പേരും കരയുക. മധുരഗായകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പച്ചൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ഇപ്രകാരം മൈക്രോഫോൺ എടുത്ത് പറഞ്ഞു, ഞാൻ പാടിയപ്പോൾ നിങ്ങളുടെ തലച്ചോറിനെ തൊട്ടു. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ പിതാവ് പാടിയപ്പോൾ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടു. എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടു. ഇന്നു മുതൽ ഞാൻ മസ്തിഷ്കത്തെ ഹല്ലേലൂയ രുചിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന ഒരു ഗായകനായിട്ടല്ല, മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ഗായകനാകാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കടന്നു വന്നവർ പൊട്ടിക്കരഞ്ഞ്, നൂറുകണക്കിന് ആളുകൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി അവിടെ വെച്ച് തന്നെ സ്വീകരിച്ചെങ്കിൽ ഇന്ന് പകൽക്കാല എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, വെറുതെ ഒരാഴ്ച നമ്മുടെ സമയം കളഞ്ഞിട്ട് പോകാനുള്ളതല്ല, മറിച്ച് ഹല്ലേലൂയ, ഇത് ഒരു വിടുതലിന്റെ ശുശ്രൂഷയാണ്. ഇതൊരു അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയാണ്. ഇതൊരു ദൈവപ്രവൃത്തിയുടെ ശുശ്രൂഷയാണ്. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, നാളുകളായി ആഗ്രഹിക്കുന്ന വിഷയത്തിന്മേൽ, നാളുകളായി ജീവിതത്തിൽ ഹല്ലേലൂയ മുന്നേറുവാൻ കഴിയാതെ ആത്മീകമായി ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതിരിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് പകൽക്കാല ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മളോട് ഇടപെടുന്ന ഒരു പകലായി തീരുവാൻ. Jorababa Raja, Arthalada Raja Shaudada, Arthalada Raja Shaudada Hatara, Irivati, Halle Randai, Irivati, January Maso, Irivatambarandi, Yaraisha, Ipatha Samete, Hallelujah, or Deva Pravartika, Namaka Kamshika, or Deva Pravartika, Namaka Kamshika. Churababa Rada Ladi Raja Shakari Galaja Arthaladi Raja Shamparatu Laja Kababa O Charababa Ritu Laja Shaudada Arthaladi Raja Shaudada Artal Kaurada Laja Shaudada Atarababa Raja Shaudada Hatara. Oh Lord, we praise you, Lord. Oh, let thy name be glorified, oh Father. Let the name of our Lord Jesus Christ be glorified in and through us, oh Father. ഞങ്ങളിൽ കൂടെ അങ്ങയുടെ നാമ ഇന്ന് പകൽ മഹത്വം
മഹത്വപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. മാനുഷികമായ നാമമല്ല ദൈവമേ, അങ്ങയുടെ നാമം ഇന്ന് പകൽ മഹത്വപ്പെടുവാൻ എൻ്റെ കർത്താവേ അങ്ങടെയാക്കണമേ അപ്പാ. ഹല്ലേലൂയ. ചിരാബാബാ രാജ ശൗഡ ഹത്തരാദലാജ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇളയ മകൻ കല്യാണം കഴിക്കാൻ പോയപ്പം എൻ്റെ ഇളയ മകൻ നദനേൽ ഇവിടെ ഉണ്ട്. കല്യാണത്തിന് മുമ്പേ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അമ്മ, അത് എൻ്റെ മോൻ്റെ അമ്മായിയമ്മയാകാൻ പോകുന്ന ആ സഹോദരി ഇന്നിവിടെ ഉണ്ട്, ഇവിടെ എവിടെയോ ഉണ്ട്. സ്തോത്രം. എന്നോട് പറഞ്ഞു ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററെ. ഞാൻ പറഞ്ഞു എന്താ കാര്യം? എല്ലാറ്റിലും ഉപരിയാണ് ഞങ്ങളുടെ സന്തോഷം പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലോട്ടാണല്ലോ ഞങ്ങളുടെ കൊച്ചിനെ വിടുന്നത്. അടുത്ത കാലത്ത് മർത്തവമായി എന്ന് വിശ്വാസത്തിൽ വന്നൊരു കുടുംബമാണ്. അടുത്ത കാലത്ത് വിശ്വാസത്തിൽ നിന്ന് വന്ന് അടുത്ത കാലത്ത് ആഭരണമൊക്കെ ഊരി ഒരു കുടുംബമാണ്. കേൾക്കുന്നുണ്ടായിരിക്കും. സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലോട്ടാണല്ലോ എൻ്റെ കുഞ്ഞിനെ വിടുന്നത്. അത് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ കുടുംബമായ സന്തോഷമാണ്. ഞാൻ പിന്നെയും ചോദിച്ചു, യോ എന്തുവാ ചിന്തിച്ചേക്കുന്നത് ഞങ്ങളെപ്പറ്റി ചിന്തിച്ചേക്കുന്നത് ഒരു നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബമാണെന്നാ. ദൈവദാസനല്ലേ? ഞാൻ പറഞ്ഞു സഹോദരി തെറ്റിപ്പോയി. അതെന്താ പറ്റി? ഞാൻ തെറ്റിപ്പോയി. ഞങ്ങൾ പാസ്റ്റർമാര് പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിപ്പിക്കും. ഞാൻ തുറന്നങ്ങ് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിപ്പിക്കും. ഞങ്ങൾ ആരാധിക്കത്തില്ല, ആരാധിപ്പിക്കും. ഞങ്ങൾ കൈ അടിക്കത്തില്ല, കൈ അടുപ്പിക്കും. സ്തോത്രം. ഞാൻ തുറന്നങ്ങ് പറഞ്ഞതാ കേട്ടോ. ആ സൗര്യാകപ്പാടെ കേൾക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ടായിരിക്കും. വണ്ടടിച്ചു, എന്തോ ഈ ഭാഷ പറയുന്നത്. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൺവെൻഷനോ മാസിയോ ഒക്കെ നടത്തുമ്പോൾ ഒന്ന് നോക്കിക്കോണം, സ്റ്റേജിലിരിക്കുന്ന ഞങ്ങൾ കൈയടിക്കുന്നുണ്ടോ, ഞങ്ങൾ ഹല്ലേലൂയ പാട്ട് പാടുന്നുണ്ടോ, ഞങ്ങൾ സ്തോത്രം പറയുന്നുണ്ടോ, ഞങ്ങൾ സ്തുതിക്കുന്നുണ്ടോ, ഞങ്ങൾ ഹല്ലേലൂയ പറയുന്നുണ്ടോ എന്നൊക്കെ സ്റ്റേജിലൊന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ലൈവ് എടുത്ത് നോക്കിക്കോണം. ആരുടെയെങ്കിലും കൺവെൻഷൻ ലൈവ് എടുത്ത് നോക്കിയാൽ അറിയാം ഞങ്ങൾ കൈയടിക്കുന്നുണ്ടോ. അയ്യോ അങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനായി നോക്കിയിട്ട് എന്നോട് പറയാൻ പറഞ്ഞു. സ്തോത്രം. തലവടി കുഞ്ഞുച്ചാൻ നമുക്കെല്ലാം അറിയാം. രാവിലെ ഇവിടെ പ്രയർ നടത്തുന്നത് തലവടി കുഞ്ഞുച്ചാനുണ്ട്. ഇവിടെ ഉണ്ടോ തലവടി കുഞ്ഞാൻ? ഇല്ല അല്ലേ? സ്തോത്രം. തലവടി കുഞ്ഞാൻ വന്നിട്ടുണ്ടോ? സ്തോത്രം. നടുവ് കാണേണ്ടതാ. സ്തോത്രം. അദ്ദേഹം പണ്ടൊരു പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞേ. അദ്ദേഹം ഒരു മാസയോഗത്തിൽ പ്രസംഗിക്കുക. ഞാൻ ദേവദാസന്മാരെ ഒത്തിരി സ്നേഹിക്കുന്ന കൂടുതൽ ആരാധിക്കാത്തവരെയും ആരാധിപ്പിക്കുന്നവരോടും എനിക്ക് വലിയ താല്പര്യമില്ല. സ്തോത്രം. എന്നെ പറ്റിയുള്ളൊരു പരാതിയാണ്. ഈ ഇടയ്ക്കാരൻ്റെ പറഞ്ഞത് ഞാൻ കരയാണ്. അയ്യോ ഞാൻ കരയുന്നതിന് നിങ്ങൾക്ക് നഷ്ടം. ഞാനല്ലേ കരയുന്നേ? മറ്റാളുടെ ചെലവിലല്ലല്ലോ കരയുന്നത്. ഞാൻ കരയുന്നു, കരയിപ്പിക്കുന്നു. പ്രസംഗിക്കാതെ ഞാൻ കരയിപ്പിക്കുന്നു, ഞാൻ പ്രസംഗിക്കാതെ കരയുന്നു. അതാ എന്നെ പറ്റിയൊരു ആക്ഷേപം. സ്തോത്രം. പിന്നെ ഒരു ആക്ഷേപം, ഞാൻ എൻ്റെ സ്ക്രൂ അതിന് പോയിരിക്കുക. കാരണം അങ്ങ് നിലവിട്ട് ആരാധിക്കുക, ബഹളം വെച്ച് ആരാധിക്കുക. അതൊക്കെ എന്നെ പറ്റിയുള്ള പരാതി. സ്തോത്രം. സഭയുടെ നേതാവല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ഒരു കുറച്ചൊക്കെ ഡീസൻ്റൊക്കെ വേണ്ടായോ? ഇങ്ങനെ ആരാധിക്കാൻ ഒക്കൂ? അത് കാണുന്ന ചിലർക്കൊക്കെ ഒരു പ്രയാസം. എൻ്റെ കുഞ്ഞേ, ദാവീദ് പറഞ്ഞതുപോലെ ദൈവസന്നിധി ഞാൻ ഓവർസർ ഒന്നുമല്ല. ദൈവസന്നിധി ഞാൻ ഓവർസർ അല്ല. ഇവിടെ പാവപ്പെട്ട പാസ്റ്റർമാരുടെ മുമ്പിൽ ഓവർസർ കളിക്കുക. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഓവർസർ ഒന്നുമല്ല. എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതെ ഇരിക്കോ? ഇത്രത്തോളം എന്നെ ആദരിച്ച ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതെ ഇരിക്കോ? ഇത്രത്തോളം സഹായിച്ച ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതെ ഇരിക്കോ? അല്ലെങ്കിൽ ആ ദൈവത്തെ ഇനിയും സ്തുതിക്കോ. ആരെല്ലാം എന്ത് പരിഹസിച്ചാലും എനിക്ക് വിഷയമല്ല. ആരെല്ലാം എന്ത് പറഞ്ഞാലും കരയണമെങ്കിൽ ഞാൻ കരയോ, ഒച്ച വെക്കണമെങ്കിൽ ഒച്ച വെക്കോ, കരമടിക്കണമെങ്കിൽ കരമടിക്കോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം എന്നോട് ഹല്ലേലൂയ ബഹളം വെച്ചാൻ പറഞ്ഞാൽ, എന്നോട് ആരാധിക്കാൻ പറഞ്ഞാൽ, എന്നോട് കരമടിക്കാൻ പറഞ്ഞാൽ, കരയാൻ പറഞ്ഞാൽ, അതാണ് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ എന്നോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ലജ്ജ കൂടാതെ ആരാധിക്കുന്നത്, ലജ്ജ കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ലജ്ജ കൂടാതെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നത് എന്റെ ദൈവത്തിന് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഇന്ന് മുതൽ എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ ദാസ, ദൈവത്തിന്റെ ദാസി, സഹോദര സഹോദരി, നീ ലജ്ജ കൂടാതെ ആരാധിച്ചാൽ നിന്റെ തലമുറയെ ആദരിക്കുന്ന ഒരു ദൈവം. നിന്റെ തലമുറ നീ എടുത്ത ഈ പുസ്തകം നിന്റെ തലമുറ എടുക്കത്തക്ക ഹല്ലേലൂയ നിന്നെ ആദരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. മറന്നു പോകരുത്.
Jiradala baradala shadadala hataraba adaradalija shaudadiladara antalkaura dula jara shadadala abbaladari kalaja shudadala andalkaura dula jara shahaba baraja shadada antala diraja shaudada andala kriba 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 kriba. Oh Lord, hallelujah, hallelujah, hallelujah. Jiraba Raja Shakari Galija Artarati Raja Shada Hatarababa Atalati Raja Shakari Galaja. Hallelujah, hallelujah. വീട്ടിൽ ലൈവ് നോക്കണം കേട്ടോ, ലൈവ് നോക്കണം. നിങ്ങളുടെ ദൈവദാസനെ ആരാധിച്ചോ എന്ന് അറിയണം കേട്ടോ. അടുത്ത ആഴ്ച നിങ്ങളെ ആരാധിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ദൈവദാസനെ ആരാധിച്ചോ എന്നറിയാൻ ലൈവ് ഒന്ന് നോക്കിയേക്കണം. സ്തോത്ര. അപ്പം നമുക്ക് മനസ്സിലാകും ഈ ഭയവും ഈ ഭക്തിയും ഒക്കെ എവിടെ നിന്നോ വരുന്നതാണെന്ന്. സ്തോത്ര. ഹല്ലേലൂയ. ദൈവസഭയിലെ ദൈവദാസന്മാരെ, നമ്മളെ ദൈവത്തെ ആരാധിക്കാൻ വിളിച്ചവരാ. ദൈവത്തിന്റെ നാമമഹത്വത്തിനായി എന്നെ നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കണം. പരിസരം കൂടാ നോക്കാതെ ദൈവത്തെ ആരാധിക്കണം. അവര് വിവരമൊന്നും അല്ല നമ്മളെ വിളിച്ചത്. വിളിച്ചവൻ വിശ്വസ്തൻ, അത്യുന്നതനായ ദൈവമാണ് നമ്മളെ വിളിച്ചത്. ഇന്നലെയും ഇന്ന് എന്നേക്കും അനന്യനായ ദൈവമാണ് നമ്മളെ വിളിച്ചത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് നന്ദി ചെയ്തവൻ. ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം നന്ദി ചെയ്തവൻ. കൂരിന് താഴ്വരയിൽ കൂടെ നടന്നാൽ ഞാൻ നീ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് നന്ദി ചെയ്ത ആ ദൈവമാണ് നിന്നെ വിളിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ, നെടുവീർപ്പുകളുടെ നടുവിൽ, ഉറക്കം വരാത്ത രാത്രികളിൽ ഇറങ്ങി വന്ന് വിടുവിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവമാ. ലജ്ജ കൂടാതെ 100ാമത് കൺവെൻഷനിൽ ദൈവത്തെ ആരാധിക്കാൻ, ദൈവം പ്രസാദിക്കാൻ, ഓ ഷാഖാലി അബാരി അജലി ദുരാഖാലി ദുരാജ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. അന്ധകാര ശക്തികളെ ക്ഷയിപ്പിക്കുന്ന, ദുഷ്ടബന്ധനങ്ങളെ അഴിക്കുന്ന, നുഖത്തിന്റെ അമ്മിക്കാരങ്ങളെ തകർക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകരോട് വ്യാപരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഓ രാഖാലാജ അർദ്ധലാദുരാജ ഓ ജാരിഖാലിക അവര വരബബ രാജശൗഡാദ അത്തലാദ. തിന്മയൊന്നും ചെയ്യാത്ത ദൈവ, എല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ദൈവ. കഴിഞ്ഞ കാലങ്ങളിൽ അല്ലേലും ദുഷ്ട തിന്മയ്ക്കായി കൊണ്ടുവന്നത് നന്മയ്ക്കാക്കി തീർത്ത ദൈവ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു, നന്നായി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിക്കായി ഓ ഷാദാല ദുർഘട മേടുകളെ നിരപ്പാക്കുന്ന, ഇരുമ്പോടാമ്പളെ കണ്ണിക്കുന്ന, താമ്ര കഥകളെ തകർക്കുന്ന ദൈവ പ്രവൃത്തി ഇന്ന് പകൽ വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ, തലമുറകളിൽ വെളിപ്പെടട്ടെ, കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. Jiradala dara jara shakari galaja andara dalaja shaudada andara dalaja andara baba rakilaja shudada ora baba raja shudada. ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്ന പച്ചാ. ജിരാദാല ദാര ദാരാജ ശക ബബ രാജ റഹത രാദാലാജ ഷൗഡ. Hallelujah, hallelujah. Amdara baba raja chura baba rakali ga raja shuda da hamdura baba raja. അടക്കാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം, അടക്കാൻ കഴിയാത്ത ദൈവ പ്രവൃത്തി ഈ 100ാമത് കൺവെൻഷന്റെ അവസാന ദിവസം അതിശക്തമായി പന്തലിൽ വ്യാപരിക്കുകയാ. ഓ ചാലിക രാജ, ഓ ദൈവത്തിന്റെ ജനത്തെ കൈവിടുകയില്ല. എൻ്റെ അവകാശത്തെ ഞാൻ കൈവിടുകയില്ല. എൻ്റെ ജനത്തെ ഉപേക്ഷിക്കത്തില്ല. ന്യായവിധി നീതിയിലേക്ക് മടങ്ങി വരും, ന്യായവിധി നീതിയിലേക്ക് മടങ്ങി വരും. ദൈവ പ്രവൃത്തി, ഓ അവിടുത്തെ കുറുപ്രാക്കളെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കാത്ത ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ജനത്തെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കാത്ത, ഓ ഹല്ലേലൂയ, കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കാത്ത ദൈവ പ്രവൃത്തി ഇന്ന് പകൽക്കാല അവിടെ ഇവിടങ്ങളായി വെളിപ്പെടുക. അത് സഭകളിൽ, പാർശ്ലേജിൽ, അത് വിശ്വാസികളിൽ വെളിപ്പെടുക, കുടുംബങ്ങളിൽ വെളിപ്പെടുക, ആത്മീയ മണ്ഡലങ്ങളിൽ, ഭൗതിക മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ വെളിപ്പെടട്ടെ. Jiradala dara baba raja shada hatha rababa abdara baba raja shidala hatha radalaja o jari kaliga raja baba rikaligara ajara thula thira pipi hatha radulaja o jarika. എല്ലാ മത്സരങ്ങളും യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. എല്ലാ ശാഠ്യങ്ങളും യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. ദൈവസഭയ്ക്ക് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി വ്യാപരിക്കുന്ന പൈശാചിക കെട്ടുകളുമേൽ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ജയമെടുക്കുകയാണ്.
Jiradala Dira Jara Shada Hatarida Laja Abdul Kaura Dira Jara Hatara Babala Jara Oh Shada Lada Raja Shada Hatarida Lida Rida Oh Chika Biba Lida Rija Shuda Dala Hantarika Liga Raja. Hallelujah, glory to the Lord. Jura Baba Rakali Raja Shada Hatara Kala Jashada Jiradala Duraja Shakari Galaja Shuda Hantura Baba Raja Jiradala Raja Shuda Hantura ചില നുഖങ്ങൾ ഇന്ന് പകൽക്കാലം തകരുകയാണ് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ചില നുഖങ്ങൾ ഇന്ന് പകൽക്കാലം തകരുകയാണ്. അഭിഷേക നുഖത്തിന്റെ അമ്മിക്കയറുകളെ തകർക്കുന്നതാകയാ ഇന്ന് പകൽ അതിവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ അല്ലെ വ്യക്തി ജീവിതങ്ങളോട് കഥാപിട്ടപ്പെടുകയാണ്. അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഉള്ള സഭ 100 വർഷം കഴിഞ്ഞാല് ഹല്ലേലൂയ പിശാചെ നിനക്ക് തകർക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ സഭയെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല. കർത്താവിന്റെ വരവ് താമസിച്ച സഭ മുന്നേറോ. നേതൃത്വം മാറും, എന്നാൽ മാറാത്ത ദൈവ നേതൃത്വം മാറാത്ത ദൈവ. ഹല്ലേലൂയ ഈ സഭയുടെ നായകനായി ഞാൻ എന്റെ സഭയെ പണിയോ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് അരുളി ചെയ്ത സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, നിത്യൻ, പരിശുദ്ധൻ, മാറ്റമില്ലാത്തവൻ, അഗ്നിജ്വാലയ്ക്കകത്ത് കണ്ണുള്ളവൻ. ഗ്ലോറി. Jiradala Baba Raja Shakari Galaja Shudada Hataladu Raja Shakari Galaja Shudada Hamthara Baba Raja. Hallelujah. You're not, please be seated. Hallelujah. Hallelujah. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14, 15 വാക്യങ്ങൾ, 16 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 14, 15, 16. ഞാൻ ഷീലു സിസ്റ്റർ ഇവിടെ മൈക്ക് കൊണ്ടുണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്നത്തെ ക്രമീകരണത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. ഞാൻ വായിക്കാം. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ ഗലീലയ്ക്ക് വാങ്ങി. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസറേത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർന്നഭൂമിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിയിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം ഞാൻ വായിച്ചോളാം. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ടവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസറേത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചെന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തിയാകുവാൻ ഇടവന്നു. സഹോദരങ്ങളെ, നല്ലവരായ ദൈവദാസന്മാരെ, സുഹൃത്തുക്കളെ, എൻ്റെ കർത്താവിൻ്റെ വരവിന് 700 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, കഷ്ടതയിലിരുന്ന ദേശത്തിന് ഇനി തിമിരം നിൽക്കയില്ല. ഇന്ന് പകൽ ദൈവജനത്തോട് പറയാനൊരു ദൂത് ദൈവാത്മാവ് എനിക്ക് തന്നത്, കഷ്ടതയിലിരിക്കുന്ന ജനത്തിന് തിമിരം നിൽക്കയില്ല. പണ്ടവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തി, എന്നാൽ
പിന്നത്തേതിൽ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മലയുടെ മഹത്വം ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തോരുടെ മേൽ പ്രകാശം ശോഭിച്ചു. യാതൊരു അഭിവൃദ്ധിയുമില്ലാതെ, യാതൊരു നന്മയുമില്ലാതെ അന്ധകാരം പിടിച്ചെടുത്ത് ദൈവത്തിന്റെ അഭിഷിക്തൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്, സെബൂലൂൻ ദേശമേ, നഫ്താലി ദേശമേ, കടൽക്കര അപ്പുറമുള്ള ദേശമേ, നിങ്ങളുടെ ഇരുട്ടും മാറുന്ന ഒരു സമയം വരാൻ പോകുക. നാളുകളായി നിങ്ങൾ നിലവിളിക്കുന്ന വിഷയത്തിന്മേൽ, നാളുകളായി ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, എത്ര തന്നെ വിടുതൽ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത ഒരു വിഷയത്തിന്മേൽ, ഇനിയും വിടുതൽ ലഭിക്കുന്ന എന്നെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ അരുളപ്പാട് ദൈവത്തോട് അറിയിക്കുകയാ. ഒരു വിടുതൽ നിങ്ങൾക്ക് ലഭിക്കുവാനായി പോകുകയാ. കഷ്ടതയിലിരുന്ന ദേശത്തിന് ഇനിയും തിമിരം നിൽക്കയില്ല. തിമിരം നമുക്കറിയാം, കണ്ണിന്റെ കാഴ്ചയെ മങ്ങിക്കുന്ന, കണ്ണിന്റെ ഹല്ലേലൂയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കാതിരിക്കുന്ന തിമിരം നമുക്കറിയാവുന്ന കാര്യമാ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ അഭിഷിക്തൻ വിളിച്ചറിയിക്കുന്ന ഒരു ദൂത്, കഷ്ടതയിലിരുന്ന ദേശത്തിന് ഇനി തിമിരം നിൽക്കയില്ല. ഒരു പ്രകാശം അവിടെ ഉദിക്കാൻ പോകുകയാ. നിങ്ങളുടെ ഇരുട്ട് മാറാൻ പോകുകയാ. കൂരിന്റെ അനുഭവം നിങ്ങൾക്ക് മാറാൻ പോകുകയാ. ഇന്ന് പകൽക്കാല എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, 700 വർഷങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ അഭിഷിക്തൻ പ്രവചിച്ച പ്രവചനമാ. എന്നാൽ നാളുകൾ കഴിഞ്ഞിട്ട് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ 700 വർഷങ്ങൾക്കപ്പുറത്തെ എന്റെ കർത്താവ് ഹല്ലേലൂയ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഉച്ചാരണത്താൽ ഉലകത്തെ ഉളവാക്കിയ സർവശക്തനായ എന്റെ ദൈവം താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ യോഹന്നാനെ തടവിലാക്കിയെന്ന് കേട്ടപ്പോൾ അവൻ ഹല്ലേലൂയ മടങ്ങി വന്ന് ഹല്ലേലൂയ ഇപ്രകാരം വിളിച്ചു പറയുക, സ്തോത്രം, ഹല്ലേലൂയ, പ്രവാചകൻ പ്രവചിച്ച പ്രവചനം ഇതാ പൂർത്തിയാകുകയാ. നിങ്ങൾക്കൊരു വെളിച്ചം ഉദിച്ചിരിക്കുകയാ. സ്തോത്ര. ഇന്ന് പകൽ ആർത്തിയോടെ 100ാമത് കൺവെൻഷന് കടന്നു വന്ന ദൈവത്തിന്റെ പൈതലേ, സമ്മിശ്ര വികാരങ്ങളോടുകൂടെ 100ാമത് കൺവെൻഷന് കടന്നു വന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, സർവശക്തനായ ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, നാളുകൾ കഴിഞ്ഞാലും ഹല്ലേലൂയ ആ വാഗ്ദത്തം നിവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാ. ഫോഷ്ക്ക് പറയുവാൻ അവൻ മനുഷ്യനല്ല എന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. നിനക്കൊരു വിടുതലില്ല എന്നൊരു പക്ഷേ നീ തന്നെ വിധി എഴുതിയേക്കാ, നിന്റെ ചുറ്റുപാടുകൾ വിധി എഴുതിയേക്കാ, നിന്റെ സഹോദരവർഗം വിധി എഴുതിയേക്കാ, നിന്റെ സഭക്കാർ വിധി എഴുതിയേക്കാ, ഒരുപക്ഷേ നിന്റെ പാസ്റ്റർ വിധി എഴുതിയേക്കാ. എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ കുടുംബത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്രവചനത്തിന് നിവർത്തി വന്നുവെന്ന് മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കും. ഈ പ്രവചനത്തിന് നിവർത്തി വന്നു. വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചതായിരിക്കാം. എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, ദൈവദാസ, നമ്മളോടൊരു ആലോചന ദൈവവചനത്തിൽ കൂടെ ദൈവം അറിയിച്ചു നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, പ്രവചനാത്മാവിൽ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ആ ദർശനത്തിൽ കൂടെ വെളിപ്പാടിൽ കൂടെ നമുക്കൊരു ദൈവ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവ ശബ്ദമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനായിട്ടിടയായി തീരുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? സ്തോത്രം. അബ്രഹാമിനുള്ള ദൈവത്തിന്റെ അരുളപ്പാട്, 400 സംവത്സരം നിന്റെ തലമുറ പരദേശികളായി പാർക്കും, 4ാം തലമുറ മടങ്ങി വരും. നമുക്കറിയാം, യോസഫിനെ അറിയാത്ത ഫറവോൻ അവിടെ വന്നു. മിസ്രയീമ്യർ, വിശേഷാൽ ഫറവോനും സൈന്യവും ശക്തമായി ദൈവജനത്തെ അടിമപ്പെടുത്തി പീഡിപ്പിച്ചു. കഷ്ടതകളും പ്രയാസങ്ങളും നിന്ദകളും അനുഭവിക്കുക. അന്ന് വരെ അനുഭവിച്ച സകല സുഖങ്ങളും നഷ്ടപ്പെട്ടു, സകല സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു. വലിയ വലിയ പട്ടണങ്ങൾ പണിയിപ്പിക്കുക ദൈവമക്കളെ കൊണ്ട്. കഷ്ടത മാത്രം. വൈക്കോല് കൊടുക്കാതെ, വൈക്കോല് നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കട്ടയുണ്ടാക്കി, കട്ട ചുട്ടുണ്ടാക്കി കെട്ടിടം വെക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളതാ. അത് ചെയ്തില്ലെങ്കിൽ അവരെ ശക്തമായി ചാട്ടവാറുകൊണ്ട് അടിയേറ്റ് നരകിക്കുന്ന ഒരു കൂട്ടം ജനമായി ഇസ്രായേൽ ജനം മാറി. 1ാം തലമുറ കഴിഞ്ഞു, 2ാം തലമുറയായി, 3ാം തലമുറയുടെ കാലം വന്നപ്പോൾ 3ാം തലമുറ 4ാം തലമുറയ്ക്ക് ഒരു സന്ദേശം കൈമാറി. ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മക്കളെ, നിങ്ങളുടെ കാലത്ത് ഒരു നന്മ അനുഭവിക്കുമെന്ന് 3ാം തലമുറ 4ാം തലമുറയോട് ദൂത് കൈമാറി.
ഒരാശ്വാസമുണ്ട്. അമ്മച്ചിമാർക്ക് അപ്പച്ചന്മാർക്ക് ഒരു ആശ്വാസമുണ്ട്. വിടുതലിൻ്റെ തലമുറയാണ് 4ാം തലമുറ. അബ്രഹാം പിതാവിനോട് സർവശക്തനായ ദൈവത്തിൻ്റെ അള്ളപ്പാട വിടുതലുണ്ടെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, 4ാം തലമുറയായപ്പോൾ കഴിഞ്ഞ 3 തലമുറ അനുഭവിച്ചതിൻ്റെ അപ്പുറമായ പ്രതിസന്ധികൾ, അപ്പുറമായ പ്രതികൂലങ്ങൾ, അപ്പുറമായ ബുദ്ധിമുട്ടുകൾ, അപ്പുറമായ പീഡകൾ, ജനിക്കുന്ന ആൺകുഞ്ഞിനെ മുഴുവൻ നൈൽ നദിയിൽ എറിഞ്ഞു കളയുന്നതായ പീഡകൾ അനുഭവിക്കുന്ന മാറത്തടിച്ച് അമ്മച്ചിമാർ കരയാൻ തുടങ്ങി, അപ്പച്ചമാർ കരയാൻ തുടങ്ങി. അയ്യോ, ഈ തലമുറയിൽ ഒരു വിടുതലുണ്ടെന്ന് പറഞ്ഞിട്ട്, ഈ തലമുറയിൽ ഒരു വിടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കഴിഞ്ഞ തലമുറ അനുഭവിച്ചതിനേക്കാൾ ശക്തമായ പീഡയാണല്ലോ അനുഭവിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസ, നിന്റെ വിടുതലിന്റെ സമയമാകുമ്പോൾ വിടുതൽ അനുഭവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് ദുഷ്ടപിശാച് ശക്തമായി പോരാട്. എന്നാൽ ഓർക്കുക, വാഗ്ദത്തം ചെയ്തവൻ എന്റെ ദൈവമാണെങ്കിൽ ദുഷ്ടപിശാച് അവന്റെ ഭൂമിയിലെ സകല ആയുധവും എടുത്ത് നിനക്ക് വിരോധമായി, നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ സാമ്പത്തിക നന്മയ്ക്ക് വിരോധമായി, നിന്റെ ശുശ്രൂഷയുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, നിന്റെ മാന്യതയ്ക്ക് വിരോധമായി പോരാടിയേക്കാം. എന്നാൽ ദൈവമാണോ വാഗ്ദത്തം ചെയ്ത്? ദുഷ്ടപിശാചേ, നിനക്ക് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ തടയാൻ കഴിയത്തില്ല. ഒരു മോശയെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ശക്തനാണെങ്കിൽ ഗ്ലോറി. ഇത് പോൽക്കാലം ആരോടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂത് കേട്ടിട്ടുണ്ട്, ദൂത് ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നും കഷ്ടതയിൽ കൂടെ കടന്നു പോകുകയാ. എന്നാൽ ഇന്ന് മകൾ വിശ്വസിക്കാൻ കഴിയുമോ? ഇത് നിന്റെ വിടുതലിന്റെ ദിവസമാ. ദുഷ്ടപിശാചിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു ദിവസമാ ദൈവത്തിന്റെ സമയത്ത്. 4ാം തലമുറയിൽ തന്നെ ഒരു മോശയെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവം ശക്തനാണെങ്കിൽ നിനക്ക് വേണ്ടി അല്ലെ പ്രവൃത്തി വെളിപ്പെടുന്നത് എവിടുന്നാണ് നമുക്ക് അറിയത്തില്ല. നീ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന്, നീ ചിന്തിക്കാത്ത ഇടത്തു നിന്ന്, അല്ല ചിന്തിക്കാത്ത വ്യക്തിയിൽ കൂടെ ദൈവം ഇറങ്ങി വന്ന് നിന്റെ തലമുറയെ വിടുവിപ്പാൻ, നിന്നെ വിടുവിപ്പാൻ, നിന്റെ വിഷയത്തിന്മേൽ വിടുതൽ വരുവാൻ ശക്തനാ ദൈവം. പ്രൈസ് ദ ലോർഡ്. ചുരാ ബാബാ റഖാലി ഗാരാതുലാജ ഷൗഡാദാ ഓ ജാരഖാ ബാബാ റാദാലിജ ഷൗഡാദാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വിടുതലിന്റെ സമയമാകുമ്പോൾ പിശാച് മുഴു ശക്തിയോട് പോരാടും, നിന്നെ നിരാശപ്പെടുത്താൻ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിന്നിലിടുവാൻ, നിന്നെ പെറുപെറുപ്പുണ്ടാക്കുവാൻ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ, മറ്റുള്ളവരെ വിധിക്കുവാൻ. എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? ഇതെൻ്റെ വിടുതലിൻ്റെ ദിവസമാ, ഇതെൻ്റെ വിടുതലിൻ്റെ ദിവസമാ. ഈ വചനം ഞാൻ ഏറ്റെടുക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയാ, എൻ്റെ കുടുംബത്തോട് ഇടപെടുകയാ, എൻ്റെ സഭയോട് ഇടപെടുകയാ. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ 2023 ജനുവരി മാസം 29 തീയതി ഹല്ലേലൂയ ചരിത്രം തിരുത്തി കുറിക്കുന്ന എന്നെ കുറിച്ചുള്ള ദുഷ്ടപിശാചിന്റെ വിധികളെ തിരുത്തി കുറിക്കുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യകാഴ്ചയാക്കി തീർത്ത എന്റെ കർത്താവായ യേശുവിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുക, തിങ്കളാഴ്ച രാത്രി മുതൽ കഴിഞ്ഞ നിമിഷം വരെയും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങൾക്കൊരു വിടുതലായി തീർന്നിട്ടുണ്ട്. ക്രിസ്തുയേശുവിൽ കൂടെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. അത് ഈ രാജ്യത്തിൽ ലഭിക്കുന്ന സാമൂഹിക സ്വാതന്ത്ര്യമല്ല, രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ദൈവത്തിൻ്റെ ജനത്തെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ ഇടയായി തീരണം. ആഭിചാരം എനിക്ക് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ എനിക്ക് പറ്റുകയില്ല, ഞാൻ തനിച്ചു പാർക്കുന്ന ജനമാ, ഞാൻ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല, ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുന്നിടത്തോളം എനിക്ക് വിരോധമായ ഒരു ശക്തിയും ഫലിക്കത്തില്ലെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയണം ദൈവത്തിൻ്റെ വയതിലേ. Chura baba raja shakari galaja chura dala da raja shuda da hamdara da raja. Hallelujah. Praise the Lord. സ്വാതന്ത്ര്യത്തിനായിട്ട് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി. അടിമനഗത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. ഈ കൺവെൻഷൻ കഴിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ച ഞാനും നിങ്ങൾ ഇവിടുന്ന് പോകുന്നത്. പല ഏരിയയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്, പല ഏരിയയിൽ.
സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുക. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ദൈവദാസന്മാരൊക്കെ ദൂത് അതുപോലെ ഞാൻ ഏറ്റെടുക്കാനിടയായി തീർന്നിട്ടുണ്ട്. എനിക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ ഈ ദിവസങ്ങളിൽ എനിക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അടിമനുഖത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. നമുക്കറിയാം, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ, യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ച് യേശുവിനോട് ചോദിക്കുവാൻ, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? ചെന്ന് ചോദിച്ചേ, വരാനുള്ളവൻ നീ തന്നെയാണോ? ഞാൻ വിളിച്ചു പറഞ്ഞവൻ നീ തന്നെയാണോ? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞവൻ അങ്ങ് തന്നെയാണോ എന്ന് ചോദിച്ചേ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഒറ്റയ്ക്ക് നിന്നിട്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ തിന്മയ്ക്കെതിരായി ശബ്ദിച്ച ശബ്ദം, ഒരു സംഘടിത ശക്തിക്ക് വിരോധമായി ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ, ദൈവത്തിന് വഴിയൊരുക്കുവാൻ, എൻ്റെ യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ, പരീശന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സർപ്പസന്തതികളെ എന്ന് വിളിക്കുവാൻ ധൈര്യം കാണിച്ചതായ യോഹന്നാൻ സ്നാപകൻ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ തടവറയിൽ, ഒരുപക്ഷെ തൻ്റെ സുഹൃത്ത് ബന്ധങ്ങളായിരിക്കാം, താൻ ഇടപെട്ട ആൾക്കാരായിരിക്കാം, ഈ ചോദ്യം ചോദിക്കുവാൻ തൻ്റെ ഉള്ളിൽ പ്രേരണ നൽകിയത്. വരുവാനുള്ളവൻ നീ തന്നെയാണോ? അയ്യോ, വിളിച്ചു പറഞ്ഞോ നീയല്ലേ? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വിളിച്ചു പറഞ്ഞു യോഹന്നാനെ, നിനക്ക് എന്തു പറ്റി? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിമർശനങ്ങളെയാ നമ്മൾ ശ്രവിക്കുന്നതെങ്കിൽ അടിമനുഖത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകും. വ്യാജ പ്രസ്താവനകളെയാ നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ അടിമനുഖത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഫോഷ്ക്ക് പരത്തുന്നവരുടെ കൂട്ടായ്മയിൽ നമ്മൾ അകപ്പെട്ടാൽ അടിമനുഖത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകും. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമുള്ളതാണെങ്കിൽ നമ്മൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകും. നമ്മൾ കാണുന്ന മീഡിയ, യൂട്യൂബ് ആകട്ടെ, വാട്സപ്പ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, എന്ത് തന്നെയായാലും നമ്മൾ സംസാരിക്കുന്ന വ്യക്തികൾ ഹല്ലേലൂയ ദൈവകൃപ ചോർത്തുന്നതാണെങ്കിൽ നിശ്ചയമായും ഒരു അടിമനുഖമായി അത് മാറുവാൻ ഇടയായി തീരുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അടിമനുഖത്തിൽ നമ്മളെ കുടുക്കുന്ന ഒന്നിലും നമ്മുടെ ശ്രദ്ധ പതിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, സ്തോത്രം. ദൈവകൃപ വർദ്ധിപ്പിക്കാൻ തടസ്സമായി നിൽക്കുന്ന കൂട്ടുകെട്ടുകളോട് ധൈര്യമായി നോ പറഞ്ഞാൽ നിന്നെയും നിന്റെ തലമുറയും ആദരിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ കുറിച്ച് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. നിന്റെ വിശ്വാസത്തെ തകർക്കുന്ന കൂട്ടുകെട്ടുകൾ, നിന്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന കൂട്ടുകെട്ടുകൾ, നിന്റെ പ്രാഗൽഭ്യത്തെ ചോദ്യം ചെയ്യുന്ന കൂട്ടുകെട്ടുകൾ, അത് കുഞ്ഞാകട്ടെ, അത് സ്കൂളിലാകട്ടെ, അത് കോളേജിലാകട്ടെ, അത് യൂണിവേഴ്സിറ്റിയിലാകട്ടെ, നീ ജോലി ചെയ്തിടത്താകട്ടെ, നിന്റെ വിശ്വാസത്തെ തകർക്കുന്ന ഒരു കൂട്ടുകെട്ടിൽ നീ അകപ്പെടരുത്. ദുഷ്ട പിശാചി ഇടം കൊടുക്കരുത്. സൂചി കുത്താൻ അവൻ ഇടം കൊടുത്താൽ ഹല്ലേലൂയ അവൻ തൂമ്പ വെക്കുന്നവനാ. ഒരു കാല് കുത്താൻ ഇടം കൊടുത്താൽ രണ്ട് കാലും വെക്കുന്ന ദുഷ്ട പിശാചിന്റെ കെണിയിൽ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, നമ്മൾ അകപ്പെടാൻ പാടില്ല. സ്തോത്രം. സമയം പോയല്ലോ. രണ്ടാമത് കർത്താവിന്റെ ദാസൻ മാരേജ് പാസ്റ്റർ സംസാരിച്ചൊരു കാര്യമാണ്. നമ്മളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അതിന് മുമ്പ് ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്, വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത്. പെന്തക്കോസ്തിലായിട്ട് 20 വർഷമായി ഒരു പഴക്കം ചെന്നു. ഇപ്പോൾ ഹല്ലേലൂയ ഒരു വ്യത്യാസവുമില്ല. നമ്മളെ സ്വീകരിക്കാൻ അപ്പുറത്ത് ആൾക്കാരുണ്ട്. ഒരു കാലത്ത് നമ്മളെ ഒറ്റപ്പെടുത്തിയവർ, ഒരു കാലത്ത് നമ്മളെ തഴഞ്ഞവർ, നമ്മളെ മാറ്റി നിർത്തിയവർ, നമ്മുടെ പിതാക്കന്മാരെ പഴിച്ചവർ, ഉപദ്രവിച്ചവർ, ഒരു നല്ല ശുശ്രൂഷ വീട്ടിലുണ്ടെങ്കിൽ, ഒരു കല്യാണം ഉറപ്പുണ്ടെങ്കിൽ, ഒരു കല്യാണമുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി ആഭരണം ഊരിയതിൻ്റെ പേരിൽ നിന്ദകളും പഴികളും പരിഹാസങ്ങളും ദുഷികളും ഹല്ലേലൂയ അനുഭവിച്ച നമ്മുടെ മാതാപിതാക്കൾ, അപ്പച്ചന്മാർ, അമ്മച്ചിമാരെ, നമ്മുടെ കാലമായ
പ്രായമായപ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടമാണ്. അവരുടെ കൂടിവരകൾ നമ്മളെ ക്ഷണിക്കുക, 28 കെട്ടുമ്പോൾ നമ്മളെ ക്ഷണിക്കുക, അടിയന്തരത്തിന് ക്ഷണിക്കുക, അങ്ങനെയുള്ള പാരമ്പര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ ക്ഷണിക്കുക. ഒന്ന് പോയിട്ട് വരട്ടെ പക്ഷേ ഞായറാഴ്ച ഒന്ന് പോയിട്ട് വരട്ടെ, ആ ബന്ധം അങ്ങ് വിച്ഛേദിക്കത്തില്ലേ? എന്നെ സുഹൃത്തെ, അതിനെക്കാട്ടിൽ വലിയൊരു ബന്ധമാ സർവശക്തനായ ദൈവവുമായി നിനക്കുള്ളത്. അല്ല, നീ കുടുങ്ങിപ്പോകോ, നീ പോകുമ്പോൾ ഏടിനെയും കൊണ്ടാ ഇരട്ടി പൈശാചിക ബന്ധനം കൊണ്ടാ നീ കടന്നു വരുന്നെങ്കിൽ നിനക്കൊരു കുടുക്കായിരിക്കുമെന്ന കാര്യം നീ മറന്നു പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നു. അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള കഴിഞ്ഞ കാലങ്ങളിലെ നടപ്പ്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യരാകുന്ന യേശു ക്രിസ്തുവിനെ ധരിച്ചതായ നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യം എന്റെ കർത്താവിന്റെ സാന്നിധ്യമാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മൾ ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ആകാശത്തിന്റെ അധികാരത്തിന് അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിച്ച ആത്മാവിനെ ഒരു കാലത്ത് അനുസരിച്ച് നടന്നവരാ. എന്നാൽ അതിൽ നിന്നൊരു മോചനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദൈവത്തിന്റെ പൈതലെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന പാരമ്പര്യ ശക്തികൾ നമുക്ക് വേണ്ട. പാരമ്പര്യ ബന്ധനങ്ങൾ നമുക്ക് ബന്ധങ്ങൾ വേണ്ട പ്രിയമുള്ളവരെ. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ വില കൊടുത്തതാ. അവർ നോ പറഞ്ഞിറങ്ങിയതാണെങ്കിൽ ഇന്ന് തലമുറകൾ നോ പറയാൻ ധൈര്യം കാണിക്കുന്നവരായിരിക്കണം. ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, അത് നിങ്ങളുടെ പ്രമാണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രമാണമാ. ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. No, you know that you are the temple of God and the spirit of God dwells in you. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവത്തിന്റെ പൈതലേ, ആ മാനുഷിക ബന്ധത്തെക്കാൾ ഉന്നതമായ ഒരു ബന്ധമാണ് നമുക്ക് ദൈവവുമായിട്ടുള്ളത്, ഒരു കണക്ഷൻ. ആ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ സമാധാനത്തോടെ ആയിരിക്കുന്നത്. ആ കണക്ഷൻ നഷ്ടപ്പെടുന്ന ഒന്നിനും നമ്മൾ ചെവി ചായ്ക്കാൻ പാടില്ല പ്രിയമുള്ളവരെ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുന്ന ഒരു ബന്ധവും വേണ്ട. അവരൊക്കെ നമ്മളെ പുച്ഛിച്ചതാ, പഴിച്ചതാ, പരിഹസിച്ചവരാ. നമുക്കൊരു നന്മയൊക്കെ ഉണ്ടായപ്പോൾ നമ്മളെ കൂടെ ചേർത്ത് പിടിക്കാൻ സന്നദ്ധമുണ്ട്. എന്നാൽ ഓർക്കുക, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ തകർക്കുന്നതാണ്, ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ എൻ്റർടൈൻ ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ പ്രവചനത്തിൽ നന്നായി വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ പ്രവചനം ഏറ്റെടുക്കുന്ന ആളാണ്. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ ദൂതുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറിയിട്ടുണ്ട്. പലപ്പോഴും ഭാരപ്പെടുത്തുന്ന ഒരു കാര്യം, സ്തോത്രം, ഭയപ്പെടുത്തുന്ന ദൂതുകൾ ഞാൻ വിശ്വസിക്കത്തില്ല. ഭയപ്പെടുത്തുന്ന ദൂതുകൾ, സ്തോത്രം, പോകുന്ന വഴിക്ക് അപകടം ഉണ്ടാകുമെന്ന്, ഈ അപകടത്തിൽ നിന്ന് ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയത്തില്ലേ? സ്തോത്രം, ആ ദൂതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അതൊരു കുടുക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ, ഒരു ദൈവദാസൻ നിന്റെ തലയിൽ കൈവെക്കുന്നതിന് മുമ്പേ ആ ദൈവദാസൻ എങ്ങനെയുള്ള ആളാണെന്ന് തിരക്കിയിട്ട് വേണം നമ്മൾ വിളിക്കാൻ. സ്തോത്ര, ആ ഭവനത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന ആളാണോ? ആ സഭയിൽ സമാധാനം ഉണ്ടാക്കുന്ന ആളാണോ? ഭാര്യയും ഭർത്താവും നമ്മൾ നല്ല ബന്ധത്തിൽ ജീവിക്കുന്ന ആളാണോ? കുഞ്ഞുങ്ങളുമായുള്ള ബന്ധം എങ്ങനെയാ? ആ മനുഷ്യൻ ആ ദേശത്തൊരു മാതൃകാ പുരുഷനാണോ? ആ മനുഷ്യൻ ആ ദേശത്തെ ഹല്ലേലൂയ ഒരു ദൈവ പുരുഷനാണെന്ന് മറ്റുള്ളവർ പറയുന്ന ആളാണോ? എങ്കിൽ നിങ്ങൾ വിളിച്ചാൽ നിശ്ചയമായും ഒരു ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കാൻ ഇടയായി തീരുമോ? അല്ല എങ്കിൽ ഒരു കെണിയായി തീരുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുക. ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങൾ. ഉപ്പാപ്പന്റെ ഭാര്യ ചെയ്തു, ചേട്ടന്റെ ഭാര്യ ചെയ്തു, അനിയന്റെ ഭാര്യ ചെയ്തു, അയൽവക്കക്കാർ ചെയ്തു. അയ്യോ, അതൊന്നും നമുക്ക് ഫലിക്കത്തില്ല. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. അത് നമുക്ക് ഫലിക്കത്തില്ല. അസൂയ നമുക്ക് ഫലിക്കത്തില്ല. പിന്നാണോ അത് ഫലിക്കുന്നത്? അസൂയ നമുക്ക് ഫലിക്കത്തില്ല. ആഭിചാരം ഫലിക്കത്തില്ല. നേർച്ച കാഴ്ച ഫലിക്കത്തില്ല. ശാപവാക്കുകൾ ഫലിക്കത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ശാപവാക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ചാൽ അതൊരു കെണിയായി തീരുമെന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ തന്നെ ചിരിച്ചു തള്ളുക. ഹല്ലേലൂയ. വിരോധമായി അവർ പ്രാർത്ഥിക്കുന്നു. എന്നോട് ചിലരൊക്കെ പറയുന്നത് വിരോധ പ്രാർത്ഥന, എതിർ പ്രാർത്ഥന. അയ്യോ, അതൊന്നും നമുക്ക് വേണ്ട. സ്തോത്ര, അതൊക്കെ അങ്ങോട്ട് പോത്തേ ഉള്ളൂ. എതിരായി പ്രാർത്ഥിച്ചാൽ അങ്ങോട്ട് പോകും. സ്തോത്ര, അതിനേക്കാൾ ശക്തനെയാ നമ്മൾ സേവിക്കുന്നത്. അതിനേക്കാൾ ഉന്നതനെയാ നമ്മൾ സേവിക്കുന്നത്. അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തനായ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നമുക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല.
നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. സ്വാതന്ത്ര്യത്തിനായിട്ട് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുക. അടിമനുഖത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അടിമനുഖം നമ്മൾ കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദാസ, ഞാൻ ഓണസ്റ്റായിട്ട് ജെന്യുവൻ ഹൃദയത്തിൽ നിങ്ങളോട് പറയുക, സഭയിലൊരു പാസ്റ്ററുണ്ട്, ലോക്കൽ പാസ്റ്റർ. അദ്ദേഹം അറിയാതെ ഒരു പ്രവാചകനെ നിങ്ങൾ വിളിച്ചാൽ, ഞാൻ തുറന്നു പറയുക, ആ പ്രവാചകനെ നിങ്ങൾ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ലോക്കൽ പാസ്റ്റർ അറിയിക്കണം. ലോക്കൽ പാസ്റ്റർ അന്വേഷിക്കട്ടെ ആ വരാൻ പോകുന്ന പ്രവാചകൻ എങ്ങനെയുള്ളവനാണെന്ന്. ലോക്കൽ പാസ്റ്ററോട് പറഞ്ഞാൽ മതി, പാസ്റ്റേ എല്ലാവർക്കും കൂടെ തരാൻ പൈസ ഇല്ല, ഞങ്ങൾ ഇച്ചിരി പൈസ ഉള്ളത് അങ്ങോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാസ്റ്റർമാരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാ. സന്തോഷത്തോടെ സ്വീകരിക്കും. സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കിയിട്ട് പോകുന്ന പല പ്രവാചകന്മാരെന്ന് പറയുന്നവരുണ്ട്. ആ ഒരു പ്രവാചകനാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥ പ്രവാചകൻ വന്നാൽ സഭയ്ക്കൊരു അനുഗ്രഹമാണ്, കുടുംബങ്ങൾക്കൊരു അനുഗ്രഹമാണ്, തലമുറയ്ക്ക് അനുഗ്രഹമാണ്, ദൈവസഭയുടെ നേതൃത്വത്തിനൊരു അനുഗ്രഹമാണ്. യഥാർത്ഥമായി പ്രവചിക്കുന്ന പ്രവാചകന്മാർ നമ്മുടെ ആത്മാവിൽ നമ്മൾ വിവേചിക്കാൻ ഇടയായിത്തീരണം. ഇത് ഏത് ആത്മാവിലാണ് നമ്മളോട് പറയുന്നതെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ICTSലായിരുന്നപ്പോൾ എൻ്റെ ചുമതല വഹിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പ്രാർത്ഥിക്കണമെന്ന് എന്നെക്കാൾ പ്രായമുള്ള ഒരു സ്റ്റുഡൻറ്റ് ഭയങ്കര താല്പര്യമാണ്, എന്നോടൊന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം പ്രവാചകനാണ്, പക്ഷേ എൻ്റെ ആത്മാവ് അങ്ങോട്ട് സമ്മതിക്കുന്നേ ഇല്ല അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ. പല പ്രാവശ്യം അദ്ദേഹം പല ദൂതുകൾ പറയുക എന്നോട്. ഞാൻ സമ്മതിക്കും, ഞാൻ ഓക്കെ പറഞ്ഞ് അങ്ങ് പോകും, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടായാലോ എന്ന് വിചാരിച്ച്. ഒരു പ്രാവശ്യം എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനോട് പഠിക്കുക, അദ്ദേഹത്തോട് പറഞ്ഞു, സാറിനോട് പറയണം, ഇതെന്നറിയാമോ, ഭയങ്കര സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടാകാൻ പോവാന്ന്. ഇത് കേൾക്കുമ്പോഴേ എനിക്കങ്ങ് പേടി, ദൈവമേ സാമ്പത്തിക ദാരിദ്ര്യം വരാൻ പോകുന്നല്ലോ, ഒരു ഭയം. പിശാചൻ കയറുക, പിന്നെ പിശാച് കയറുക ഉള്ളതെല്ലാം നഷ്ടപ്പെടാനിടയായിത്തീരും, ഉള്ള നന്മയെല്ലാം ഇല്ലാതായിത്തീരാനിടയായിത്തീരും. സൗകര്യങ്ങൾ നമ്മൾ ഭയപ്പെടും. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനോട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, എന്നോടുള്ള ദൂതല്ല, ദൂത് മാറിപ്പോയെന്ന് പറയണം, ദൂത് മാറിപ്പോയെന്ന് പറയണം. സ്തോത്രം. 6 മാസം കഴിഞ്ഞപ്പം ഞാൻ കുടുംബമായി അമേരിക്കയിൽ അപ്രതീക്ഷിതമായി ഒരിക്കലും പ്രതീക്ഷിക്കാതെ 6 മാസം കഴിയുന്നതിന് മുമ്പേ അമേരിക്കയിൽ എത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് വരെ കർത്താവിൻ്റെ കൃപയിൽ അങ്ങനെ ഒരു സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. സ്തോത്രം. സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടാകട്ടെ. കർത്താവ് കഷ്ടത തരുവാണെങ്കിൽ അനുഭവിക്കാൻ റെഡിയാ, കർത്താവ് വിടുതൽ തരുവാനൊക്കെ റെഡിയാ. നമ്മുടെ കർത്താവ് തന്നെയല്ലേ നമ്മൾ സേവിക്കുന്നത്. ഞാൻ പറഞ്ഞ ഭയപ്പെടുത്തുന്ന ഒരു ദൂത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ പിശാച് അങ്ങോട്ട് വ്യാപരിച്ച് നമ്മുടെ നന്മയെ അന്ന് മുതൽ നമ്മളെ നിരാശപ്പെടുത്താനും ഭാരപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും നമ്മളോട് അന്ന് വരെ ഇണങ്ങിയിരുന്നവരെ പിണക്കാനോ അന്ന് വരെ ലഭിച്ച നന്മകളുടെ ഉറവിടം മനസ്സിലാക്കി അതൊക്കെ അടയ്ക്കാനും പിശാച് ഇടയായിത്തീർന്നുകൊണ്ട് നമുക്ക് തന്നത് ഹല്ലേലൂയ ഭയത്തിൻ്റെയോ ഭീതിയുടെയോ ആത്മാവിനെ അല്ല, നമുക്ക് തന്ന ധൈര്യത്തിൻ്റെ ആത്മാവിനെയാ ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നു. ഓർത്ത് ദൈവ മക്കളോട് ദൈവസഭയുടെ ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്, എപ്പോഴും സന്തോഷിക്കുകയെ, കർത്താവ് തന്ന സ്വാതന്ത്ര്യത്തിൽ കർത്താവിൽ സന്തോഷിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഈ ദൂത് ഞാൻ ഏറ്റെടുക്കുകയാ, ഈ ദൂത് ഞാൻ ഏറ്റെടുക്കുകയാ. എന്നോടുള്ള ദൂതായിരുന്നു, എന്നോടുള്ള ദൂതായിരുന്നു. എൻ്റെ കഷ്ടത ഇന്ന് പകൽക്കാലം മാറുക. എൻ്റെ കർത്താവ് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ എൻ്റെ കർത്താവ് വന്നതെന്ന് ആരംഭ രാത്രി ഞാൻ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം വീണ്ടും ഞാൻ വിളിച്ചു പറയട്ടെ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ഇന്ന് പകൽക്കാലം ഇവിടെ കർത്താവ് വന്നിട്ടുണ്ട്. നിന്റെ കെട്ടിയിരിക്കുന്ന ആ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, നിന്റെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ നിനക്ക് വേണ്ടി വെളിപ്പെടുക. ഇപ്പോൾ ഗായക സംഘം മുന്നോട്ട് കടന്നു വരും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ഒരുമിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ആരും പോകാനുള്ള സമയമല്ല. 5 മിനിറ്റിനകം നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവദാസന്മാരെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ കടന്നു വന്ന മിഷണറിമാരെ കൊണ്ട് നിങ്ങളുടെ തലയിൽ കൈവെക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന കാര്യം ഇത്തരണത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.